അങ്ങനെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. രണ്ടാമത്തെ പേപ്പറാണ്. യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തത് നുബുവത്തിൻ്റെ 10ാം വർഷം. അനുയോജ്യമായത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. നുബുവത്തിൻ്റെ 10ാം വർഷം ആമുൽ ഹുസൻ, ദുഃഖവർഷം. നുബുവത്തിൻ്റെ 10ാം വർഷമായിരുന്നു. ഇനി രണ്ടാമത്തത് നീനുവ നിവാസി, ബ്രാക്കറ്റിൽ നിന്ന് അനുയോജ്യമായത് ചേർത്ത് കൊടുക്കുക. അദ്ദാസ്. മൂന്നാമത്തത് സ്വഹാബാക്കളുടെ മദീനയിലേക്കുള്ള ഹിജ്റ തുടങ്ങിയത് നുബുവത്തിൻ്റെ 13ാം കൊല്ലം. നുബുവത്തിൻ്റെ 13ാം കൊല്ലമാണ്. ഇനി നാലാമത്തത് എത്യോപ്യൻ രാജാവ്. എത്യോപ്യയിലെ രാജാവ് നജാഷി രാജാവാണ്. അത് ചേർത്ത് കൊടുക്കുക, യോജിപ്പിച്ചു കൊടുക്കുക. ഇനി അഞ്ചാമത്തത് അബൂലഹബ് പറഞ്ഞു. അബൂലഹബ് പറഞ്ഞത് തബ്ബൻ ലക്ക. ഇനി ആറാമത്തത് ഇസ്ലാമിൽ അംഗമാകുമ്പോൾ 10 വയസ്സ് പ്രായം. അലി റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 10 വയസ്സായിരുന്നു. അലി റളിയല്ലാഹു അൻഹു എന്നതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി പൂർത്തിയാക്കാം. താഴെ കാണുന്ന വാക്കുകൾ പൂർത്തിയാക്കി കൊടുക്കുക. ഒന്നാമത്തത് ഖദീജ ബീവിയും അബൂ ത്വാലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും ഡാഷ്. പൂർത്തിയാക്കാം. ഖദീജ ബീവിയും അബൂ ത്വാലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു. ഇനി രണ്ടാമത്തത് ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തങ്ങൾ പോയപ്പോൾ കൂടെ വളർത്തുപുത്രൻ ഡാഷ്. കംപ്ലീറ്റ് ആക്കുക. ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയപ്പോൾ കൂടെ വളർത്തുപുത്രൻ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തത് മദീനക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചു കൊടുത്തത് ഡാഷ്. പൂരിപ്പിക്കുക. മദീനക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചു കൊടുത്തത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. നാലാമത്തത് അബൂ ത്വാലിബിൻ്റെ മരണത്തോടെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർവാധികം ഡാഷ്. പൂർത്തിയാക്കാം. അബൂ ത്വാലിബിൻ്റെ മരണത്തോടെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർവാധികം ശക്തിയോടെ ദ്രോഹിക്കാൻ തുടങ്ങി. ഇനി അഞ്ചാമത്തത് നുബൂവത്ത് ലഭിച്ച ആദ്യത്തെ 3 വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു ഡാഷ്. കംപ്ലീറ്റ് ആക്കുക. നുബൂവത്ത് ലഭിച്ച ആദ്യത്തെ 3 വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം. ഇനി അടുത്ത ആക്ടിവിറ്റി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടങ്ങിയത് എപ്പോഴാണ്? ഉത്തരം അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത്.
ഇനി രണ്ടാമത്തെ ചോദ്യം, സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് ആരാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി ഖദീജ ബീവിയാണ് സ്ത്രീകളിൽ നിന്നും ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. മൂന്നാമത്തെ ചോദ്യം, അരുത്, അങ്ങനെ ചെയ്യരുത്, അവർ അറിവില്ലാത്തതിനാൽ ഇപ്രകാരം ചെയ്തതാണ്, ഇത് ആരോട് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞതാണ്. ഈ നാലാമത്തെ ചോദ്യം, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു, കാരണം എന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികൾക്ക് വിട്ടുതരണമെന്ന ആവശ്യം അബൂ ത്വാലിബ് നിരാകരിച്ചതായിരുന്നു കാരണം. ഇനി അഞ്ചാമത്തെ ചോദ്യം, അബൂ ത്വാലിബ് രോഗം ബാധിച്ചു മരണപ്പെട്ടത് എന്തിന് ശേഷമായിരുന്നു? ഉത്തരം നിസ്സഹകരണത്തിൽ നിന്നും നബി കുടുംബം മോചിതരായ ശേഷം. ഇനി ആറാമത്തെ ചോദ്യം, ത്വായിഫിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബന്ധുക്കളായ ഗോത്രം ഏത്? ഉത്തരം ബനു സഖീഫ് ഗോത്രം. ഇനി ഏഴാമത്തത്, ത്വായിഫുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തു ചെയ്തു? ഉത്തരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചില്ല, മാത്രമല്ല അവരിലെ കുട്ടികളെയും വിഡ്ഢികളെയും ഇളക്കി വിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുകയും കല്ലെറിയുകയും ചെയ്തു. എട്ടാമത്തെ ചോദ്യം, ഒന്നാം അഖബയിൽ എത്ര പേർ പങ്കെടുത്തു? ഉത്തരം 12 പേർ. ഇനി അടുത്ത ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, നുബുവത്തിൻ്റെ 10ാം വർഷത്തെ ആമുൽ ഹുസ്ൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? ഉത്തരം അബൂ ത്വാലിബ് മരണപ്പെട്ടതിൻ്റെ 3ാം ദിവസം നബിയുടെ പ്രിയപത്നി ഖദീജ ബീവിയും വഫാത്തായി. അതുകൊണ്ട് ഈ വർഷത്തെ ആമുൽ ഹുസ്ൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് പരസ്യമായി ക്ഷണിക്കാൻ തുടങ്ങിയത്? ഉത്തരം അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ ആയത്ത് ഇറങ്ങിയപ്പോഴാണ്, ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോഴാണ് പരസ്യമായി പ്രബോധനം നടത്തിയത്. ഇനി അടുത്ത ആക്ടിവിറ്റി, വിട്ട ഭാഗം ചേർത്തെഴുതാം. ഒന്നാമത്തത്, നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഡാഷ് ക്ഷണിക്കാൻ തുടങ്ങി. പൂരിപ്പിച്ചു കൊടുക്കുക. നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ഇനി അടുത്തത്, എങ്കിൽ അള്ളാഹുവിൻ്റെ ഡാഷ് സംബന്ധിച്ചു ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. പൂരിപ്പിക്കുക. എങ്കിൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയെ സംബന്ധിച്ചു ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. മൂന്നാമത്തത്, ഖുറൈശികളിൽ ചിലർ തന്നെ ഡാഷ് അവസാനിപ്പിച്ചു. ഉത്തരം പൂരിപ്പിക്കാനുള്ളത്, ഖുറൈശികളിൽ നിന്ന് ചിലർ തന്നെ ഇടപെട്ടു നിസ്സഹകരണം അവസാനിപ്പിച്ചു. ഇനി അവസാനത്തത് നാലാമത്തതാണ്, നുബുവത്തിൻ്റെ 11ാം കൊല്ലം മദീനയിലെ ഡാഷ് 6 പേർ മക്കയിലെത്തി. വിട്ടുപോയത്, നുബുവത്തിൻ്റെ 11ാം കൊല്ലം
മദീനയിലെ ഖസറജ് ഗോത്രക്കാരായ 6 പേർ മക്കയിലെത്തി. അങ്ങനെ അർദ്ധവാർഷിക പരീക്ഷയുടെ 3 ചോദ്യപേപ്പർ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ ഈ ചോദ്യപേപ്പർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.